السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك عثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمره فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا صدق الله العظيم. ശരിയല്ലേ? ആ 7 ഗുഹാവാസികളെ ഗുഹയിൽ നിന്ന് 309 കൊല്ലത്തിന് ശേഷം ഉണർന്നപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം, ഇവരെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ബഹുമാനിക്കുമെന്നാണ്. കാരണം അവർ ഉണർന്നതിന് ശേഷം അങ്ങാടിയിലൊക്കെ പോയി നാട്ടുകാരൊക്കെ അറിഞ്ഞ് എന്ന വിവരം അവരെ കയ്യിൽ പരസ്പരം എല്ലാവരും പങ്കുവെച്ചറിഞ്ഞപ്പോൾ പിന്നെ അവർ രണ്ടാമത് ചെയ്ത എന്താ വെച്ചാൽ, ഖുർആനിലില്ല, എല്ലാം കൂടി ഖുർആനിലുണ്ടാവില്ല, അവർ ഗുഹക്കുള്ളിലേക്ക് തന്നെ മടങ്ങി അല്ലാഹു തആല സത്യത്തിൽ അവരെ അവിടെ വെച്ചുകൊണ്ട് മരിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഉറക്കല്ല, ശരിക്കും മരിപ്പിച്ചു. അപ്പൊ അവരുടെ ഇടയിലും അഭിപ്രായത്യസായി, ഇത് വലിയ ആളുകളല്ല, വലിയ മഹാന്മാരല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? ചില ആളുകൾ പറഞ്ഞു, അവരെല്ലാരും കൂടി കിടക്കണ ഈ ഗുഹ ഒന്നും ഇങ്ങോട്ട് മൂടുക എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു വേണ്ട, കാലുബുനും അലയും പുന്യാനെ, നമുക്ക് അതിന്റെ അവിടെ ഒരു എടുപ്പ്, വലിയൊരു എടുപ്പുണ്ടാക്കാറുണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ടൊരു വലിയ എടുപ്പുണ്ടാക്കാറുണ്ട്. അത് പറഞ്ഞത് ക്രിസ്ത്യാനികളാണ്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ യഥാർത്ഥ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, അല്ല, നമ്മൾക്ക് അതിന്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടാക്കാം, എന്നാ പിന്നെ അവരെ കാണാനോ സിയാറത്ത് ചെയ്യാനോ ഒക്കെ വരുന്ന ആളുകൾക്ക് അവിടെ കയറി നിസ്കരിക്കാമല്ലോ. അങ്ങനെ പല അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഫഖലുബുനു അലൈഹിം ബുനിയാന റബ്ബുഹും അഅലം ബിഹിം ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ഖാലല്ലദീന ഗലബു അലാ അംരിഹിം. അവരുടെ വിഷയത്തിൽ വികാരത്തോടെ ഇത്ര തീവ്രമായ കാര്യങ്ങൾ പറയുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണ്. അവർ പറഞ്ഞു, ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്ക് എടുപ്പുണ്ടാക്കൊന്നും വേണ്ട, അടുത്തൊരു പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇനി അള്ളാഹു പറയുന്നത് അവരടിയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരെ നീണ്ടു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്ത് പറയാണ്. സയഖൂലൂന, മുദാരിഅ ഫീലാണ് യഖൂല, അതിൽ സീന് വന്ന പിന്നേന്ന് അർത്ഥം വെക്കണം എന്നോ, അല്ലെങ്കിലോ ഹാലിനും വേണ്ടി, അതാണ് ഹവ്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നും അർത്ഥം വരും. പക്ഷെ സീന അതിൽ കയറിയ പിന്നെ എന്നുള്ള അർത്ഥം വരും, അതാ ഗ്രാമർ. സയഖൂലൂന, പിന്നെ അവര് പറയുന്ന പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും തുടരുമെന്നതിലേക്ക് സൂചന. സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും. അവര് പറയുന്നുണ്ട് ഈ ഗുഹാവാസികളെ കുറിച്ച്, ഗുഹാവാസികൾ 3 ആളുകളാണ്. കൽബുഹും റാബിഉഹും കൽബുഹും, സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും, അതിൽ 4ാമത്തെ നായയാണ്. വയഖൂലൂന ഖംസത്തുൻ, ചില ആളുകൾ പറയുന്നുണ്ട് പോലെ 5 ആളുകളാണ്. സാദിസും കൽബുഹും, 6ാമത്തെ നായയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് ഇടയിൽ ഒരു കാര്യമാണ് കയറ്റി കൊടുത്ത്, റജ്മം ബിൽ ഗൈബ്. അതൊക്കെ ഊഹം വെച്ചുകൊണ്ടുള്ള കാച്ചലാണ്, അതൊന്നും ശരിയല്ല. അതൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്ന ഊഹങ്ങൾ പറയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, യഖൂലൂന സബഅത്തുൻ വസാമിനും കൽബുഹും, അവരിൽ വേറെ ചില ആളുകൾ, ആ ഗുഹാവാസികൾ 7 ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. വസാമിനോ, അവരിൽ 8ാമത്തെ കൽബ് പോലെ നായ എന്ന് പറയുന്നുണ്ട്. അവിടെ ഊഹം വെച്ച് പറയലാണ് എന്നുള്ള പറഞ്ഞില്ല.
അതുകൊണ്ട് ചില മഹാന്മാര് പറയുന്നുണ്ട്, റജ്മം ബിൽ ഗൈബ് എന്നല്ല പറഞ്ഞത് 6 വരെയുള്ള എണ്ണത്തിനാണ്. 7ന്റെ അവിടെ ഉള്ളതിന് റജ്മം ബിൽ ഗൈബ് എന്നല്ല പറയാത്തതുകൊണ്ട് അവർ 7 ആളുകളാണ്. 9 കൂടി കൂട്ടിയ 8 എന്നതാണ് പ്രബലം എന്ന് മഹാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ആളുകളാണ് എന്ന് അള്ള കൃത്യമായി പറഞ്ഞിട്ടില്ല. കാരണം എണ്ണം പഠിക്കലല്ല വിഷയം, അവരെ ചരിത്രത്തിൽ നിന്ന് മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചരിത്ര ജീവിതത്തിലേക്ക് പകർത്തലാണ് മർമ്മം. അല്ലാതെ എണ്ണ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? അതുകൊണ്ടാണ് അള്ളാഹു തആല കൃത്യമായിട്ട് എണ്ണം പറയാത്തത്. എണ്ണത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന് വല്ലതും പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കല്ലാതെ എണ്ണത്തിൽ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവർ 7 ആളുകളാണ്. വസാമിൻഹും കൽബുഹും, അവരിൽ 8ാമത്തെ നായ. എന്നിട്ട് അള്ളാഹു ഹബീബിനോട് പറയാണ്, കുൽ, തങ്ങൾ പറയുക, റബ്ബി, എന്റെ റബ്ബ്, അഅലമു ബിഇദ്ദതിഹിം, ഓലെ എത്ര ആളാണെന്നൊക്കെ പടച്ചോനറിയാം എന്നാണ് പറഞ്ഞാൽ മതി. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ ളാഹിറ, നിങ്ങൾ അവരോട് ആ വിഷയത്തില് ഖുർആന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങൾ പറയാന്നല്ലാതെ തർക്കിക്കാൻ നിൽക്കണ്ട. അതാണ് ഫലാ തുമാരി ഫീഹിം, വെറുതെ തർക്കിച്ചിട്ട് സമയം കളയണ്ട മുത്തനബിയെ. ഇല്ലാ മിറാ ളാഹിറ, ഖുർആനിൽ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ല തർക്കിക്കാൻ നിൽക്കരുത്, എണ്ണത്തിൽ തർക്കിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അവരിൽ ഒരാളോടും ഇവരെ കുറിച്ചുള്ള ഒരു മതവിധിയും തേടാൻ നിൽക്കണ്ട. അവര് അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങളേക്ക് വല്ലാതെ ശ്രദ്ധിക്കാൻ പോണ്ട, എന്നാ ഓലെ വഷളാക്കാനും പോണ്ട, ഓലോടെ ആ കാര്യത്തിന്റെ ആത്യന്തികമായ തീരുമാനം ചോദിക്കണ്ട. അവര് പറയണാണ്ട് പറഞ്ഞോട്ടെ, നിങ്ങളും എണ്ണം പറയാൻ നിൽക്കണ്ട. ഖുർആനിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് അത് അവരോട് പറഞ്ഞാൽ മതി, തർക്കിക്കാനൊട്ട് പോകും വേണ്ട എന്ന് പറയാം. ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തത്, ആവശ്യമില്ലാത്ത തർക്കത്തിൽ ഏർപ്പെടരുത് എന്നുള്ളതന്നെ. തർക്കിച്ചുകൊണ്ട് ഈമാൻ ഓർക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്, ഒരിക്കലും ഉണ്ടാവില്ല. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും ചിലപ്പോ ഒന്ന് തലേക്കാണ്ട് കയറി കിട്ടും. അതാണ്. ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പ് വാള് കഴിഞ്ഞ് വരുമ്പോ ഒരു യുക്തിവാദി എന്നെ വിളിച്ചു. യുക്തിവാദി അല്ല, ഇപ്പൊ മുസ്ലിമാണ്. ഞാൻ ആന്ധ്രയിലാണ്. ഞാൻ 10-11 കൊല്ലത്തോളം ഇസ്ലാമെന്ന് പുറത്തുപോയി യുക്തിവാദിയായി പ്രവർത്തിച്ച ആളാണ്. നിങ്ങളൊരു വാള് കേട്ടിട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ അതിനെനിക്ക് വല്ലാത്ത സന്തോഷങ്ങളോടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്താക്കുന്നുണ്ട്. ഞാൻ വോയിസ് ഇവർക്കാർക്കൊക്കെ വിട്ടുകൊടുത്തു, വോയിസ് ഫെയിൽവേജ് കിട്ടുന്നില്ല. അവ ഞാൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങളെ കിട്ടിയ നമ്മളെ ഗിഫ്റ്റ്, വേറെ ഇനിയിപ്പോ എന്താ പുറത്ത് ഗിഫ്റ്റ് ഉള്ളത്, നിങ്ങളെ കിട്ടിയ നമ്മളെ ഗിഫ്റ്റാണ്. അല്ലല്ലോ ഉസ്താദേ, എനിക്ക് എന്തെന്നല്ലാത്ത സന്തോഷമാണ്. ഒരു പെട്ടി അത്രയൊക്കെ കൊടുത്തേക്കെന്ന് പറയണ്ടേ. ഞാൻ ചോദിക്കാൻ മേൽക്ക് കയറാൻ നിൽക്കണ്ട, കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോ സത്യത്തിലെ തർക്കിച്ചതല്ലല്ലോ, ഞാൻ അയാളായിട്ട് തർക്കിച്ചതാണ്. ഞാൻ യുക്തിവാദികളായിട്ട് തർക്കിച്ചിട്ടുണ്ട്. തർക്കിച്ചിട്ട് ഒരാൾ ഇസ്ലാമിക്ക് വന്നിട്ടില്ല. ഞാൻ ട്രെയിനിൽ നിന്നൊക്കെ ഒരുപാട് യുക്തിവാദികളായിട്ട് തർക്കിച്ചിട്ടുണ്ട്. അവർക്ക് ഉത്തരം കിട്ടാതെ അവരിങ്ങനെ വരണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പേരിലൊന്നും ശാതലും വെല്ലിയിട്ടില്ല. പക്ഷെ ഇയാൾ ആന്ധ്രയില് ജോലി ചെയ്യാം. ഈ ഇതില് വാള് കേട്ട് യൂട്യൂബിൽ കയറിയിട്ട് വാള് കേട്ടപ്പോ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നി. അതിൽ തർക്കമൊട്ടില്ലേനു. ആവശ്യമില്ലാത്ത തർക്കങ്ങൾ മനുഷ്യനെ നന്നാക്കൂല, അതൊക്കെ ഒഴിവാക്കണം. അള്ളാഹിന് പറയാ, റസൂലിനെ പറയാ. അപ്പൊ അതൊരു മരുന്നാണ്. മരുന്ന് കേറും. യുക്തിവാദം എന്നുള്ള സത്യത്തിൽ ഒരു രോഗമാണ്. രോഗത്തിന് വേണ്ടിയ തർക്കല്ല, മരുന്നാണ്. മരുന്ന് കയറി കിട്ടും. മരുന്ന് കയറി കിട്ടിയാൽ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടും. റസൂലുള്ളാഹിനെ പറയാന്നുള്ള ലോകത്തെ ഏറ്റവും നല്ല മരുന്നാണ്. ഏറ്റവും നല്ല മരുന്നാണ് മദ്ഹുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അള്ളാഹിനോട് വാർക്കലുണ്ട്, ഹബീബ നബിയെ പറയാനുള്ള അവസരങ്ങൾ തരണം, ആയുസ് തരണം. അതിനുള്ള ആളുകളെയും തരണം. അതിന് പറ്റാത്ത ആളുകളാന്ന് തോന്നിയാൽ ഞാൻ ആ മഹലിൽ നിന്ന് മെല്ലെ മുങ്ങാറുണ്ട്. ഇവിടെ അതിന് പറ്റാത്ത ആളുകളൊന്നും അല്ല കേട്ടോ. ഇവിടെ അതിനൊക്കെ പറ്റുന്ന ആൾക്കാരാ. മതത്തിന്റെ വിഷയത്തിൽ ആവേശം ഇല്ലെങ്കിൽ ഓരോന്നിനും പറ്റൂല എന്ന് അതിൻ്റെ അർത്ഥം. നിൽക്കാരുമ്പോ അല്പം കൂടിയിട്ട് മുന്നേറില്ല. അപ്പൊ അള്ളാഹു തആല നമുക്ക് കയ്യിലൊരു വിശാലതയും ഒരു കമ്പം പ്രദാനം ചെയ്തിട്ട്, ലീഡറെ പഠിക്കാതെ പിന്നെ എന്ത് സുജൂദ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞെന്ന് ഷാരിയല്ലേ? ഷാരി ആണ് മുഹമ്മദ് മുസ്തഫ, ഷാരിയാണ്. ഇതൊക്കെ റസൂലുള്ളാഹിനെ കൂടിയിട്ട് ഒരാള് എന്ത് പറയുകയാണെങ്കിലും എഴുതും, എന്ത് പറയുകയാണെങ്കിലും എഴുതും. അപ്പൊ ചില ആളുകൾ പറയും മനുഷ്യനല്ലേ, സ്വഹീഹ് ഹദീസാണ്. ദേഷ്യം പിടിക്കുമ്പോഴും സംസാരിക്കും, സ്നേഹിക്കുമ്പോഴും സംസാരിക്കും. അപ്പൊ എല്ലാം കൂടെ എഴുതിയാൽ ദീനാവുമെന്ന് വെച്ചു. അത് മുമ്പേ ഖുർആനാണെന്നുള്ള വെളിച്ചത്തിൽ പറയണേ മാത്രം എഴുതി, മറ്റൊക്കെ നിർത്തി. ഇത് തങ്ങളോട് പറഞ്ഞു, മുത്തനബി ഞങ്ങളെ തൊള്ളേന്ന് വീണൊക്കെ എഴുതിയെടുക്കുന്ന ആളായിരുന്നു ഞാന്. പിന്നെ എന്നെ കുറെ ആൾക്കാർ വസ്വാസാക്കി. നിങ്ങളും മനുഷ്യൻ തന്നെയാണല്ലോ. അപ്പൊ ദേഷ്യം പിടിക്കുമ്പോഴും പറയും, സ്നേഹിക്കുമ്പോഴും പറയും. അതൊക്കെ കൂടി ഇപ്പൊ ദീനാക്കാൻ പറ്റൂലല്ലോ. എന്റെ വായിൽ നിന്ന് എന്ത് വരികയാണെങ്കിലും എഴുതിക്കോ.
ഹക്കല്ലാതെ എന്റെ വായിന്ന് ഒരു അക്ഷരം വരൂല മുഹമ്മദ് റസൂലുള്ളാഹ്. ശാരി നമ്മളിപ്പോ ഇതൊന്നും നമ്മളിപ്പോ പരലോകം കണ്ടുക്കണോ, സിറാത്ത് പാലം കണ്ടുക്കണോ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ഒരാളെ വ്യക്തിത്വത്തിൽ ഉറപ്പിച്ചിട്ടല്ലേ നമ്മളെ ഈമാന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയല്ലേ. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളറൂറന്നല്ലേ ഈമാന്റെ ഡെഫിനിഷൻ. അതല്ലേ ഈമാന്റെ ഡെഫിനിഷൻ. നബി പറഞ്ഞതും കൊണ്ടുവന്നതുമായ അനിഷേധിയായി ബോധ്യപ്പെട്ടൊക്കെ തൊണ്ടാടം മുണുങ്ങുന്ന അതാണ് ഈമാൻ. അപ്പൊ ഈ ആളെ പഠിക്കണ്ടേ, നമ്മൾ സ്നേഹിക്കുക, നമ്മൾ ഇത്തിബാ ചെയ്യാന്നല്ല, ഇതിന് അത് മുതലുണ്ട് എന്ന് പഠിക്കണ്ടേ. അപ്പൊ റസൂലുള്ളാഹിനെ നന്നായിട്ട് മനസ്സിലാക്കണം. അതിങ്ങനെ പറയാ, അത് ഉൾക്കൊള്ളുക, ഇബാദത്ത് ചെയ്യാന്നല്ലാതെ ഈ ആവശ്യമില്ലാത്ത തർക്കത്തിൽ കല്യാണപ്പരയിലും ഓഡിറ്റോറിയത്തിലും അങ്ങാടിയിലും അങ്ങനെ തർക്കിച്ച് സമയങ്ങൾ ഒരു തുമ്പും വാലും ഉണ്ടാവില്ല. ചിലതിനൊക്കെ തർക്കിച്ച എന്തെങ്കിലും തുമ്പുണ്ടാവോ? തർക്കാണെങ്കിൽ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമാണ്. സുലൈമാൻ നബിനോട് ഒരിക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ പുരയിലെ അടുത്ത ബുധനാഴ്ച കല്യാണം ഉണ്ട്, ഇബ്ലീസിനോട് ആ ഏരിയക്ക് വരരുതെന്ന് പറയണം. കാരണം വന്നാ തർക്കം തുടങ്ങും. സുലൈമാൻ നബിക്ക് അതിന് കഴിയും, കാരണം ശൈത്താന്മാരൊക്കെ മുമ്പേ കയ്യില്ല. ഞാൻ ഏറ്റ സുലൈമാൻ പറഞ്ഞു, ബുധനാഴ്ച അല്ല കല്യാണം ആ ഏരിയക്ക് പറയുന്നു. ഞാൻ പോലായിരുന്നു. പക്ഷെ മുമ്പ് എന്ത് ചെയ്യുന്ന വെച്ചപ്പോ ഇത് ഉസ്താമാര് പഴയ കാലത്ത് മദ്രസന്നൊക്കെ പറഞ്ഞേട്ട കഥ കേട്ടത് ഞാൻ നേരിട്ട് കിതാബ് കണ്ടിട്ടില്ല, പക്ഷെ അതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ വഴിയിൽ നിന്ന് കല്യാണത്തിന് പോണ സ്ഥലത്ത് വഴിയിലുണ്ട് നിക്കണ സമയത്ത് പുള്ളിന്റെ കയ്യില് മാങ്ങന്റെ ഒരു അണ്ടിയുണ്ട്. അത് പിടിച്ചിട്ട് അത് പോണ ആൾക്കാരോട് ഇതെന്താ സാധനം വെച്ച് ഇതന്നെ അവന്റെ പണി, മാങ്ങന്റെ അണ്ടി. അല്ല അതിപ്പോ എനിക്കും മനസ്സിലായിട്ടുണ്ട്, എനിക്കും അറിയാം. എന്റെ സംശയം അതല്ല, ഈ അണ്ടിയാണോ ആദ്യം ഉണ്ടായത് മാങ്ങയാണോ തർക്കം നോക്കണം. അപ്പൊ ആളറിഞ്ഞേ അതൊന്ന് ചിന്തിക്കേണ്ടതിനാണ് ഞാനിതേറ്റൊന്ന് കല്യാണ പരിക്ക് പോയോക്കട്ടെ. അന്ന ചേതന് അതിന്റെ അഭിപ്രായങ്ങളൊന്നും ശേഖരിക്കൊണ്ട് വന്നാണ് മൂപ്പര്. ഈ അണ്ടിയേറ്റാ പിന്നെ കല്യാണ പരിക്ക് അവിടുന്ന് ചോറേക്കുന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കില്ല അറിയോ ഇതിപ്പോ അണ്ടിയാണല്ലോ, ഈ അണ്ടിയാണോ ആദ്യം ഉണ്ടായത് മാങ്ങയാണോ ആദ്യം? ഒരു കൂട്ടുകാരൻ ഞാൻ മിക്കവാറും മാങ്ങായിരിക്കുന്നു, വേറെ ചില ആൾക്കാർ അല്ലല്ല ആദ്യം അണ്ടി ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞ കല്യാണപ്പരയിൽ രണ്ട് ഗ്രൂപ്പ്, ഒന്ന് അണ്ടി ഗ്രൂപ്പ്, ഒന്ന് മാങ്ങ ഗ്രൂപ്പ്. കല്യാണത്തിന് അടിച്ചങ്ങോട്ട് പിരിഞ്ഞു. ഇതാണ് ഇപ്പൊ എന്റെ പണി. നേരിട്ട് വരൂല, സൈഡിൽ നിന്ന് അണ്ടി കൊടുക്കും. ഇച്ഛതയിൽ നമ്മളിപ്പോ ഖത്താബിന്റെ മുമ്പിൽ ഒരിക്കൽ അടി കണ്ടിട്ട് പിന്നെ വന്നിട്ടില്ല. പള്ളിയിൽ കൊണ്ടാമത്തെ റോഡ് സൈഡിൽ ഒരു വഴി സൈഡിൽ ഇങ്ങനെ നിന്ന് മൂപ്പര് പണി എന്താ വെച്ചാൽ ഖത്താബിനെ ഒരു റക്കാത്ത് മസ്ബൂക്കാണ് എത്തുന്നില്ല. ജമാഅത്ത് മുടക്കാൻ കഴിയില്ല എന്നറിയാം, എന്നാലും മസ്ബൂക്കാക്കണം എന്നുള്ള പരിപാടി. അങ്ങനെയല്ലേ, തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഭൂരിപക്ഷം കുറക്കലാണ് മറ്റേ സ്ഥാനാർത്ഥിയെ. ഞാൻ രാഷ്ട്രീയം പറയില്ല, സാധാരണ നടക്കുന്ന കാര്യങ്ങൾ പറയാണ്. അപ്പോ വഴിയിലിങ്ങനെ നിൽക്കുകയാണ്. ഖത്താബ് പള്ളിക്ക് സ്പീഡ് പോകുമ്പോ വിളിച്ചു, ഒരു തന്തന്റെ കോലത്തിലാണ് നിൽക്കണം. അപ്പൊ തന്താരെ വിളിച്ച് ആരും തിരിഞ്ഞു നോക്കുമല്ലോ. എവിടുക്ക പോണു? ഞാൻ പള്ളിക്ക് ജമാഅത്തിന്. എന്താ പോകുന്നു? നിങ്ങൾ വയസ്സനായതുകൊണ്ട് തിരിഞ്ഞു വന്നു. എന്താ പോകുന്നു? അല്ല എനിക്ക് പള്ളിയൊക്കെ പോയിക്കോളൂ, പക്ഷെ എനിക്കൊരു ഇഷ്കാലുണ്ട് എന്ന് വെച്ചു. മുമ്പ് ഒരു മിമിക്രി ഉണ്ടാക്കി, അത് ഈ ഒലക്ക വരലിൽ ഇങ്ങനെ കുത്തുന്ന സൗണ്ടാണ്. ഇബ്ലീസിന് ഈ മിമിക്രി നല്ലോണം അറിയും. ആദ്യം തുടങ്ങിയത് ഓൻ തന്നെയാണ്. അപ്പൊ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഒലക്കെടുത്തിട്ട് വരലിൽ ഇടിക്കുന്ന സൗണ്ടാണ്. ചോദിച്ചു, ഇപ്പൊ ഒരു സൗണ്ട് ഇല്ലേ, അതെന്താന്നുള്ളതാണ് എന്റെ സംശയം. ഖത്താബ് ഇതൊക്കെ ഇപ്പൊ ഈ നിസ്കാരത്തിന് ഓടുന്ന സമയത്ത് വയലിൽ തടഞ്ഞു ചോദിക്കാനുള്ള സംഗതി. അത് ഈ ഒലക്ക വരലിൽ ഇങ്ങനെ ഇട്ട് ഇടിക്കുകയാണ്, എനിക്കറിയില്ല. അപ്പൊ ചോദിച്ചു, അല്ല അതെനിക്ക് മനസ്സിലാക്കണേ, അത് ഒലക്ക വരലുമ്പോ തട്ടിയിട്ടാണോ വരല് ഒലക്കുമ്പോ തട്ടിയിട്ടാണോ എന്ന് വെച്ചു. ഇതാണ് ഇപ്പൊ മുപ്പത് സംശയം. നോക്കാൻ നിങ്ങൾ അതിപ്പോ ജമാഅത്തിന് സ്പീഡ് പോണ ഒരാളോട് എടുത്ത് പറയേണ്ട സംശയം. പിത്തന ഉണ്ടാക്കുക തന്നെ, തർക്കിച്ചിട്ട് പിത്തന ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഖത്താബിന് സംഗതി മനസ്സിലായി, ആള് മറ്റേതാണ്. നമ്മക്ക് മനസ്സിലാവില്ലേ, നമ്മള് പറയും എന്റെ അഭിപ്രായത്തില് നമ്മള് ജമാഅത്ത് ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല. നമ്മൾ ഖത്താബിന് സംഗതി മനസ്സിലായി, ആള് മറ്റേതാണ്. കൈ ഇങ്ങനെ തന്നെ കയറ്റിയിട്ട് മോന്ത കൊറട്ടടി കൊണ്ട് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഒരൊച്ചേട്ടില്ലേ, അതിന്റെ കൈ എന്റെ മോന്തമ്മ തട്ടിയിട്ടാണോ മോന്ത കൈമ തട്ടിയിട്ടാണോ? അത് നല്ലൊരു മറുപടിയാണ്. ഇതന്നെയാണ് പല തർക്കങ്ങൾക്കും മറുപടി. വെറുതെ തർക്കിക്കണം. ചിലവർക്ക് എന്താണ് ഈ പറയണതെന്ന് തന്നെ അറിയില്ല, ഒന്നും അറിയില്ല. നാളെ ഞാൻ കല്യാണപ്പേരയില്, ഇപ്പോഴൊന്നല്ല, ഞാൻ ഗൾഫിലെ കാലത്ത് അന്ന് ചോറ് കഴിക്കുമ്പോ ചിരിച്ചൊരു ദിവസം അന്നാണ്. അന്ന് ഇടയ്ക്ക് ഈ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പാട്ടോ, പക്ഷെ ഞാൻ ഓർക്കാൻ കാരണം അന്നാണ് ഞാൻ ചോറ് കഴിക്കുമ്പോ ചിരിച്ചത്. കല്യാണത്തിന് മുഴുവൻ തർക്കം. തൊള്ളയില് പല്ലില്ലാത്തൊരു തന്ത പറയാണ്, ഓളാ ചെയ്തേ ശരിയല്ല എന്ന്. ഇത് ആണാണോ പെണ്ണാണോ എന്ന് ഇയാൾക്കറിയില്ല. ആന്റണി അയലിൽക്കാണ് ചിരുന്ന്, ഓളാ ചെയ്തേ ശരിയല്ല എന്ന്. കാരണം ഇക്കാക്കാന്റെ വിചാരം എന്താ വെച്ചാൽ ആളാ പെണ്ണാണ് എന്നാണ്. എന്നിട്ടാണ് തർക്കിക്കാൻ പോകുന്നത്.
അപ്പൊ ഇത് ഒരു അറിവുണ്ടാവില്ല, ഒരു പിടുത്തുണ്ടാവില്ല, അങ്ങനെ തർക്കിക്കന്നെ. ഇത് വളരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫ്. അത് നമ്മളും ശ്രദ്ധിക്കണം. തർക്കിച്ചാൽ ഈമാൻ തെറിച്ചു പോകും. ആവശ്യമില്ലാത്ത തർക്കത്തിൽ ഏർപ്പെട്ടാൽ ഈമാൻ തെറിച്ചു പോകും. അത് പള്ളിയിലാണെങ്കിലും സിറ്റിങ്ങിലാണെങ്കിലും ഓഡിറ്റോറിയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും റോഡിലാണെങ്കിലും ആവശ്യമില്ലാത്ത തർക്കം നടക്കണമെങ്കിൽ മഅസ്സലാമ, ഒറ്റ വലി, പിന്നെ അവിടെ നിൽക്കരുത്. നമ്മൾ നാറിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഇതിന് നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങളാണ്. നമുക്ക് എന്തൊരു കാര്യമാണെങ്കിൽ അതിന് നമുക്ക് പഠിക്കാനുള്ളത് എടുക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക, ബസ്. മറ്റൊരു കാര്യം വേണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ചായയും ചേരുന്നുണ്ട്. ബേക്കറി ആലുവൊക്കെ കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട ഒരു ഗുണകാംക്ഷിയായ ആത്മസുഹൃത്തിന്റെ വകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ വാവക്ക മൂപ്പര ഉണ്ട്, പക്ഷെ മൂപ്പര് അറിയണ്ടെന്നുള്ള. ഉമ്മ വാപ്പയാണോ? ഉമ്മ അല്ലേ? ആ, ഉമ്മ വഫാത്തായ ദിവസമാണ്. അള്ളാഹു തആല ഉമ്മാന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഞാൻ ഉമ്മാരെ കുറിച്ച് കൂടുതൽ പ്രസംഗിക്കാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മായിമാനെ കാണാൻ വല്ലാതെ പോകില്ല. ചിലപ്പോ ഭാര്യനെ കൊണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ ആ വഴിയിൽ അവിടെ കൊണ്ടാക്കിയിട്ട് മക്കളോടാണ്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയെ ചിലപ്പോൾ കൊണ്ടുപോരും. അപ്പൊ ആദ്യത്തിലൊന്നും അവൾക്ക് മനസ്സിലായില്ല. പിന്നെ അമ്മായിമാനായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഉമ്മാന്റെ ഓർമ്മ വരും. അപ്പൊ എന്റെ വാള് സ്വീപ്പാവും. വാളിന്റെ യാത്രയിൽ ഇറക്കണമെങ്കിൽ അവിടെ പോയി കാണലില്ല. ഉമ്മാരെ വലിയൊരു വികാരാണല്ലോ. ഉമ്മ എന്ന് പറഞ്ഞ ഒരു വികാരാണ്. ഉമ്മാര് പോയാലേ ആ പോയ വിഷമം അറിയുള്ളൂ. ഭയങ്കരാണ്. ഉമ്മാര് ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ അടക്കാൻ കഴിയാത്ത ശൂന്യതയാണ്. എന്ത് തീജ്വാലയുടെ ദുഃഖമായി വന്നാലും ആ മുഖത്തേക്ക് നോക്കിയാൽ സാരില്ല മോനെ, അള്ളന്റെ കൂടെ ഉണ്ടാവും തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത് പറയാൻ ദുനിയാവിൽ ഒരാളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് വാപ്പാർക്കും അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വഴികേടുകൾ വന്നെങ്കിലും മനുഷ്യനല്ലേ, അള്ളാഹു തആലക്ക് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അള്ളാഹു പ്രിയപ്പെട്ട നമ്മളിപ്പോൾ ഓർത്ത് പറയുന്ന ആ ഉമ്മാന്റെ ഖബർ അള്ളാഹു കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കട്ടെ. ആ മകൻ നൽകുന്ന ഈ ചായയും ചീനിയും അതിന്റെ സൽക്കാര സവാബ് അള്ളാഹു തആല ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ആ ഖബറിനെ സുഗന്ധപൂരിതമാക്കട്ടെ, പ്രവിശാലമാക്കട്ടെ, പ്രകാശമാക്കട്ടെ, സൗഗന്ധികമാക്കട്ടെ, അനുഗ്രഹങ്ങളുടെ ആരാമമാക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലായി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. يا الله لك الحمد ولك الشكر على ما أنعمت علينا، على ما جعلتنا من جملة أمة محمد صلى الله عليه وآله وسلم، وعلى ما جمعتنا في هذا المجلس، وعلى ما أنعمتنا لا نحصي ثناء عليك يا رب العالمين. اللهم سلمنا وسلم إخواننا من جميع البلاء والأعداء والمصيبات وسائر ما نخاف علينا وعليهم. يا سلام يا سلام يا حفيظ يا حفيظ يا جبار يا جبار يا قهار يا قهار يا مانع يا الله يا فتاح يا ستار يا عليم يا حليم يا حكيم يا ودود. نفوض أمورنا إليك يا رب العالمين. اللهم بارك لنا في جميع أمورنا، خصوصا في هذا المجلس وفي هذا الدعاء وفي حياتنا وعند مماتنا. اللهم بارك لنا في معاشنا وفي أموالنا وفي أرزاقنا وفي أولادنا وفي أزواجنا وفي أقاربنا وفي جيراننا وفي أوقاتنا وفي أحوالنا وفي أقوالنا وفي أفعالنا يا رب العالمين. اللهم أنت خير الحافظين، وأنت خير الرازقين، وأنت خير الفاتحين، وأنت خير الراحمين، وأنت خير الغافرين. إنا نشكو إليك قسوة قلوبنا وكثرة ذنوبنا وطول أعمالنا وفساد أعمالنا وتكاسلنا عن الطاعات وهجومنا على المخالفات،
فنعم المشتكى إليه أنت يا ربنا بك نستنصر على أعدائنا فانصرنا على الأعداء كلهم يا نصير يا نصير يا نصير وافتح لنا يا فتاح يا فتاح يا فتاح واستر عيوبنا يا ستار يا ستار يا ستار واشفنا يا شافي يا شافي يا شافي واغفر لنا ولوالدينا ولمن ذكرتها في هذا المجلس ولمن دفنوا حول هذا المسجد وفي هذه المحلة وفي حوالي هذه المحلة ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.